കാസർഗോഡ് സ്കൂട്ടർ റോഡിലെ കുഴിയിൽ വീണുണ്ടായ അപകടത്തെ തുടർന്ന് യുവാവിന്റെ വലത് കൈ മുറിച്ചുമാറ്റി. മേൽപ്പറമ്പ് സ്വദേശി പ്രകാശിന്റെ വലത് കൈയാണ് ഷോൾഡറിന് താഴെ മുറിച്ചുമാറ്റിയത്. റോഡിലെ കുഴിയടക്കാൻ അധികൃതർ തയ്യാറാവാത്തതാണ് വലത് കൈ നഷ്ടപ്പെടാൻ കാരണമെന്ന് പ്രകാശൻ 24നോട് പറഞ്ഞു. വരുമ്പോൾ ഡോക്ടർ 1.5 മാസം റെസ്റ്റ് എടുത്താൽ മതി, അതിനുശേഷം ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം സ്മെല്ല് വരാൻ തുടങ്ങി. അങ്ങനെ നോക്കുമ്പോഴേക്ക് ഫുള്ള് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അതിലൊരു സ്കാനിങ് എടുത്തു, 10,000 രൂപയുടെ സ്കാനിങ് അതിലെടുത്ത് എന്നെ ICUയിൽ കയറ്റി. പിന്നീട് 11 മണിയാകുമ്പോൾ മംഗലാപുരം പോകാൻ പറയുന്നത്. ഞാനും ഭാര്യയും മംഗലാപുരത്തേക്ക് പോയി. ഇപ്പോൾ വേദന കുറച്ചുണ്ട്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ. അരുൺ, ഒരു അലംഭാവത്തിൽ റോഡൊക്കെ ഇങ്ങനെ കുഴിയായി കിടന്നാലും ഒരു പ്രശ്നമില്ലെന്ന് തോന്നുന്ന അധികാര അനാസ്ഥയിൽ ഒരാൾക്ക് ഉപജീവനം കൂടിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? സുഹേലെ, ഓഗസ്റ്റ് 30-ാം തീയതി രാത്രിയാണ് ഈ ഒരു അപകടമുണ്ടാകുന്നത്. രാത്രി 8 മണിയോടുകൂടി കാസർഗോഡ് നിന്ന് മേൽപ്പറമ്പയിലുള്ള വീട്ടിലേക്കായിരുന്നു പ്രകാശൻ പോയിരുന്നത്. ആ സമയത്താണ് ഇരുചക്ര വാഹനം കുഴിയിൽ വീഴുന്നതും ഈ അപകടമുണ്ടാകുന്നതും. അപകടത്തെ തുടർന്ന് പോലീസാണ് പ്രകാശിനെ ആദ്യം കാസർകോട്ടെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കാസർകോട്ടെ തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അതിനിടയിലാണ് ഈ കാര്യം സംഭവിക്കുന്നത്. കൈക്ക് അണുബാധ ഏൽക്കുകയും തുടർന്ന് മംഗലാപുരത്തെ ആശുപത്രിയിൽ വെച്ച് കൈ മുറിച്ചു മാറ്റുകയും ചെയ്യുകയായിരുന്നു. അതിനിടയ്ക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്തു. അതുകൂടാതെ 2 സർജറികൾ കൂടി വീണ്ടും ചെയ്തു. പക്ഷേ എന്നിട്ടും രക്ഷയുണ്ടായില്ല എന്നാണ് പ്രകാശനും കുടുംബവും പറയുന്നത്. ഗുരുതരമായ അനാസ്ഥ പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതിന് കാരണം ഈ പ്രകാശന് അപകടം സംഭവിക്കുന്നതിന് ഒരാഴ്ച മുൻപാണ് റോഡിലെ കുഴിയിൽ വീണ്, അതായത് ആ പ്രദേശത്ത് തന്നെ റോഡിലെ കുഴിയിൽ വീണ് മറ്റൊരു യുവാവ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നിട്ടും ആ റോഡിലെ കുഴിയടയ്ക്കാനൊന്നും പൊതുമരാമത്ത് വകുപ്പ് തയ്യാറായില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതിനുശേഷം പ്രകാശനും അപകടം സംഭവിച്ച ജീവിക്കുന്ന രക്തസാക്ഷിയായി പ്രകാശൻ മാറുന്നൊരു സാഹചര്യവുമുണ്ടായി. ഇപ്പോഴും കാഞ്ഞങ്ങാട് കാസർഗോഡ് KSTP റോഡ് അതേപോലെ തന്നെ കിടക്കുകയാണ്. അതിലൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നതാണ് ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ വിചിത്രമായ നടപടിയായി നമുക്ക് തോന്നുന്നത്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.